മോളൊരു ജോലിക്ക് പോയ കാര്യം ഇതുവരെ ഏട്ടനോട് പറയാൻ പറ്റിയില്ല. അമ്മ പറഞ്ഞു ഇത് വേണമായിരുന്നു മോളെ. രാപ്പകൽ വണ്ടി ഓടിച്ചിട്ടാണെങ്കിലും ഈ കുടുംബം പോറ്റാനുള്ള വരുമാനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. സച്ചേട്ടൻ ഇപ്പൊ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എത്ര നാളാ സച്ചേട്ടൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്ക? അത് മാത്രമല്ല, ഇനി അങ്ങോട്ട് ചിലപ്പോ ഒരു സിംഗിൾ മദറായിട്ട് എനിക്ക് ജീവിക്കേണ്ടി വന്നേക്കാം. ഒറ്റയ്ക്ക് നിൽക്കാൻ ശേഷിയുള്ള ഒരാളായി എന്റെ മോളെ ഈ സമൂഹത്തിന് മുന്നിൽ വളർത്തിയെടുക്കണ്ടേ എനിക്ക്? അവള് പറയുന്നത് ശരിയാ മോനെ. ഇന്നത്തെ സന്ദീപിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോ അവൻ ഇനി നേരെയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളത്തെ കാര്യം നമുക്കാർക്കൊന്നും പറയാനും കഴിയില്ല. ആർക്കും ആരും ഒരു തുണയോ സഹായമോ ഇല്ലാത്തൊരു കാലം വന്നേക്കാം. അന്നും ഇവക്കും കൊച്ചിനും ജീവിക്കണ്ടേ? എന്റെ മോളെങ്കിലും എനിക്ക് പഠിപ്പിച്ചൊരു നിലയിൽ എത്തിക്കണം. 4 പേര് അംഗീകരിക്കുന്ന ഒരു ജോലി അവക്കുണ്ടാവണം. ഭർത്താവിന്റെ നിഴലിൽ മാത്രം എന്റെ കുട്ടി ജീവിക്കേണ്ടി വരരുത്. നിന്റെ ഈ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നിന്റെ വാക്കുകൾക്കും ചിന്തകൾക്കും ഒക്കെ പഴയതിനേക്കാൾ മൂർച്ചയും ശക്തിയുണ്ട്. ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ ഉറച്ചൊരു പെണ്ണിന്റെ നിശ്ചയദാർഢ്യമുണ്ട്. സത്യസന്ധമായി ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ ഒരപമാനമില്ല. അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. നീ ജയിക്കും. നിന്നെക്കൊണ്ട് അതിന് സാധിക്കും. അതിന് ഈ ഏട്ടന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. പക്ഷേ ഒരേട്ടൻ എന്ന നിലയില് നീ മറ്റൊരാളുടെ സ്ഥാപനത്തിൽ പോയി കഷ്ടപ്പെടുന്ന കാണുമ്പോ എനിക്ക് സങ്കടമുണ്ട്. പണ്ട് അർച്ചന എന്നോട് പറയുമായിരുന്നു, നിങ്ങൾ പെൺകുട്ടികൾക്കെല്ലാം ചേർത്ത് ഒരു ബിസിനസ് ഇട്ട് തരുന്നതിനെ കുറിച്ച്. നമ്മുടെ ബിസിനസ് എല്ലാം പോയി. ഏട്ടനിപ്പോ ഒന്നും ചെയ്ത് സഹായിക്കാനുള്ള ശേഷിയുമില്ല. പക്ഷേ എന്നെങ്കിലും കേസ് ജയിച്ച് എല്ലാം നമുക്ക് തിരിച്ചു കിട്ടിയാൽ അർച്ചന അന്ന് പറഞ്ഞ വാക്ക് ഏട്ടൻ പാലിച്ചിരിക്കും. എല്ലാവരും പറയും ഏട്ടത്തിയമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ സ്ഥാനമുള്ളവളാണെന്ന്. എന്നാ ഏട്ടൻ എന്ന വാക്കിന് എനിക്കിപ്പോ അച്ഛൻ എന്ന അർത്ഥം കൂടിയുണ്ട്. എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ അനുഗ്രഹിക്കണം.